അയ്യോ ബങ്കറിലൊന്നും വിളിച്ചില്ല, ധീരനായ പോരാളിയാന്ന് എഴുതി വിട്ടിട്ടുണ്ട്. ചുമ്മാതാ. അവിടെ ബോംബിട്ടാണ് കൊന്നത്, അവിടെ മിസൈലിട്ടാ കൊന്നത്. അങ്ങനെ അങ്ങനെ അങ്ങ് പെട്ടെന്ന് അങ്ങ് തീർന്നുപോയി. അതാണ് എനിക്ക് സത്യത്തിൽ സങ്കടം. അങ്ങനെ എല്ലാവരും കൊല്ലേണ്ടത്. മൊറാലിറ്റി പോലീസ് സ്ത്രീകളോട് ഇടപെട്ടിരുന്ന രീതി മനുഷ്യത്വരഹിതമാണെന്നുള്ളതിന് തർക്കമില്ല. അതിന്റെ ഒക്കെ തലപ്പത്തിരുന്ന വ്യക്തിയാണ് ഈ പടമായ മനുഷ്യൻ. ഇയാളെ കൊല്ലണ്ടേ? ഇങ്ങനെയുള്ള വ്യക്തികളെ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അങ്ങ് വാഴട്ടെ, സ്ത്രീകളൊക്കെ ചത്തോട്ടെ, അവിടുത്തെ മനുഷ്യരൊക്കെ ചത്തോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കണമെന്നാണോ ഈ ഇടത് പക്ഷവാദികളും അതുപോലെ വലതുപക്ഷവാദികളും യുദ്ധത്തിന് അനുകൂലിക്കാത്ത ആളുകളും ഒക്കെ പറയുന്നത്? സ്വന്തം ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാത്ത കുഞ്ഞിനെ വിവാഹം കഴിക്കുന്ന രീതിയിലേക്ക് നിയമം പരിഷ്കരിച്ച കാടനായ ഈ വ്യക്തിനെ കൊല്ലാൻ പാടില്ലായിരുന്നു. പീഡോഫീലിയക്കാണ് ഇവർ, മനോരോഗികളാണ്. ഒരു കൊച്ചിനോട് ലൈംഗികപരമായിട്ടുള്ള ഒരു തോന്നുന്ന വ്യക്തികളൊന്നും നോർമൽ അല്ല. അങ്ങനെയുള്ള വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത്തരത്തിൽ പഠിപ്പിക്കുന്ന ഒരു മതമോ അത്തരത്തിൽ ചെയ്തു കാണിച്ച ഒരു ദൈവമോ നല്ല മാതൃകയല്ല വെക്കുന്നത്. അവരെ പിന്തുടർന്ന് പോന്നാൽ ആ നൂറ്റാണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അങ്ങനെ നിന്ന ഒരു ഭരണകൂടത്തെ, അങ്ങനെ നിന്നൊരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്തു എന്നുള്ളതാണ് അമേരിക്കയും നെതന്യാഹുവും ചെയ്ത ഏറ്റവും നല്ല കാര്യം. അങ്ങനെ പവനായി ശവമായി. ആരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇറാന്റെ പരമോന്നത ഭരണാധികാരിയായിരുന്ന അലി ഖമനേയി കൊല്ലപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേൽ പട്ടാളത്തിന്റെ കൈകൊണ്ട് തീർന്നിരിക്കുന്നു, പടമായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഒരുപാട് സമാധാന മതക്കാരായിട്ടുള്ള ഈ അലി ഖമനേയിയുടെ അനുകൂലകരും അതുപോലെ കുറെ ഇടതുപക്ഷക്കാരും കുറെ വലതുപക്ഷക്കാരും ഒക്കെ ഇതിനെ തീവ്രമായി അപലപിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അവരെപ്പോഴും ഇസ്രായേലിനെതിരെയാണല്ലോ. അതിന്റെ ഒന്നാമത്തെ കാരണം പാലസ്തീനാണ്. രണ്ടാമത്തെ കാരണം ഇസ്രായേൽ ഇതുപോലെ ഇറാനെ പോലെ ആണവായുധം ഉണ്ടാക്കുകയും അതൊക്കെ ബോധമില്ലാതെ തോന്നുന്നവരുടെയൊക്കെ മുതുകത്ത് മതത്തിന്റെ പേരും പറഞ്ഞ് യാതൊരു മടിയില്ലാത്ത നിലയിലുള്ള തലച്ചോറ് കൊണ്ട് നടക്കുന്നവരുമായ ആളുകളെ ഉന്മൂലനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു സ്വതന്ത്ര പരമോന്നത രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയെ ഇങ്ങനെ അതിക്രമിച്ച് കടന്ന് വധിക്കാൻ ട്രംപിനും നെതന്യാഹുവിനും ഒക്കെ എന്ത് അധികാരം എന്നാണ് ഇവരൊക്കെ ചോദിക്കുന്നത്. നമ്മൾ അവരുടെ ഈ പ്രബന്ധങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ അലി ഖമൈനി എന്ന് പറയുന്ന വ്യക്തി പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന അത്രയും വളരെ പാവത്താനായ ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഉമർ ഖലീഫയുടെ ഒക്കെ കഥ കേട്ടിട്ടില്ലേ പണ്ടത്തെ? അത്രയും മനുഷ്യർക്ക് ഉപകാരമായി നിൽക്കുന്ന ഒരു ഭരണാധികാരിയാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് ഏകാധിപതികളും അതുപോലെ വളരെ ദുഷ്ടന്മാരും ആയിട്ടുള്ള യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള ട്രംപും നെതന്യാഹുവും ചേർന്ന് വധിച്ചു കളഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ സത്യങ്ങൾ? ആരാണ് അലി ഖമേനി? അദ്ദേഹത്തിന് ഇപ്പൊ കിട്ടിയത് ഇരിപ്പതാണോ? സത്യത്തിൽ ഇതിലും കൂടുതലാണോ അദ്ദേഹം അർഹിച്ചിരുന്നത്? നമുക്ക് ഏനോട് ചോദിച്ചാലോ. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അലി ഖമേനിയുടെ ഭരണകാലം മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും കടുത്ത അടിച്ചമർത്തലുകളുടെയും പേരിലാണ് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ വിമർശിക്കപ്പെട്ടത്. പ്രധാനമായും താഴെ പറയുന്നവയാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്ന പ്രധാന ആരോപണങ്ങൾ. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തൽ. തന്റെ ഭരണത്തിനെതിരെ ഉയർന്ന ജനകീയ പ്രതിഷേധങ്ങളെ സൈനിക ശക്തി ഉപയോഗിച്ച് അദ്ദേഹം നേരിട്ടു. 2009 ഗ്രീൻ മൂവ്മെന്റ്, 2019 ഇന്ധനവില വർധനവിനെതിരെയുള്ള പ്രതിഷേധം, 2022 മഹ്സ അമിനിയുടെ മരണത്തെ തുടർന്നുണ്ടായ സ്ത്രീ ജീവിതം, സ്വാതന്ത്ര്യം, സമരം എന്നിവയിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും 10,000 തടവിലാക്കപ്പെടുകയും ചെയ്തതായി ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു. മരണശിക്ഷകളുടെ വർധനവ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷകൾ നടപ്പിലാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. രാഷ്ട്രീയ തടവുകാർക്കും പ്രായപൂർത്തിയാകാത്തവർക്കും വരെ വധശിക്ഷ നൽകുന്നതിനെ അദ്ദേഹം പിന്തുണച്ചു. 2025 മാത്രം 1900-ലധികം വധശിക്ഷകൾ ഇറാനിൽ നടന്നതായി അൽ മോണിറ്റർ ചൂണ്ടിക്കാട്ടുന്നു. തടവറയിലെ പീഡനങ്ങൾ. ജയിലുകളിൽ തടവുകാരെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നത് പതിവായിരുന്നു. നിർബന്ധിത കുറ്റസമ്മതങ്ങൾ നടത്തിക്കുന്നതും അവ സ്റ്റേറ്റ് ടെലിവിഷൻ വഴി സംപ്രേഷണം ചെയ്യുന്നതും ഖമൈനിയുടെ ഭരണകൂടം ഒരു ആയുധമായി ഉപയോഗിച്ചിരുന്നതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ. നിർബന്ധിത ഹിജാബ് നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുകയും അത് ലംഘിക്കുന്ന സ്ത്രീകളെ ക്രൂരമായി ശിക്ഷിക്കുകയും ചെയ്തു. കൂടാതെ ബഹായി മതവിശ്വാസികൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയും അവർക്ക് വിദ്യാഭ്യാസവും തൊഴിലും നിഷേധിക്കുകയും ചെയ്തതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള നിയന്ത്രണം. പത്രങ്ങൾ നിരോധിച്ചും പത്രപ്രവർത്തകരെ ജയിലിലടച്ചും ഇന്റർനെറ്റ് വിച്ഛേദിച്ചും ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അദ്ദേഹം അടിച്ചമർത്തി. കേട്ടല്ലോ. ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവരൊക്കെ പാടിക്കൊണ്ട് നടക്കുന്നത് പോലെ വളരെ സ്വതന്ത്രമായി ജനങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ പ്രവർത്തിച്ചിരുന്ന ഒരു ഭരണാധികാരി ആയിരുന്നു ഇദ്ദേഹം. അങ്ങനെയുള്ള ഒരാളെയാണോ ട്രംപ് തട്ടിക്കളഞ്ഞത്? അല്ല. 2025 എന്ന ആധുനിക വർഷത്തിൽ മാത്രം 1900 പേരെ നിർബന്ധിതമായിട്ട് വധശിക്ഷയ്ക്ക് വിധിച്ച, അതിൽ ഒരുപാട് സ്ത്രീകളെ ഒരുപാട് തടവുകാരെയൊക്കെ അല്ലാതെ കൊന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ കൊന്നതിനാണ് ഇവിടെ ഉള്ളവരെ കരഞ്ഞുകൊണ്ട് നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്ത്രീകൾക്കെതിരെയുള്ള ഇയാളുടെ കുറ്റകൃത്യങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകൾ ഇയാളെ എത്രമാത്രം വെറുക്കുന്നു, അതിന് മാത്രം ഇയാൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നറിയാമോ? അതിനെപ്പറ്റിയും കൂടി എന്നോട് ചോദിക്കാം. നിർബന്ധിത ഹിജാബ് നിയമം. സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ തല മറയ്ക്കണമെന്ന നിയമം അദ്ദേഹം കർശനമാക്കി. ഇത് ലംഘിക്കുന്നവരെ പിടികൂടാൻ മൊറാലിറ്റി പോലീസ് എന്ന വിഭാഗത്തെ നിയോഗിച്ചു. ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത മഹ്സ അമിനി എന്ന പെൺകുട്ടി കൊല്ലപ്പെട്ടത് 2022 ആഗോള പ്രതിഷേധങ്ങൾക്ക് കാരണമായി. UN ഇൻവെസ്റ്റിഗേഷൻ മിഷൻ പ്രകാരം മഹ്സയുടെ മരണം ശാരീരിക പീഡനം മൂലമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്.
നിങ്ങൾ എത്ര പേര് ഈ വാർത്ത കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മഹ്സാമിനിയുടെ മരണം സത്യത്തിൽ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു സംഗതിയായിരുന്നു. ഞാൻ കുറച്ച് നാൾ മുൻപ് UAE വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെ ഓണർ ഒരു ഇറാനിയായിരുന്നു. അദ്ദേഹം ഈ ഒരു സമയത്തോടൊക്കെ അനുബന്ധിച്ചാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, ഇതുകൊണ്ടാണ് ഇറാൻ വിട്ട് ഒരുപാട് പേര് ഇങ്ങനെ എന്നെ പോലെ പുറത്തു വന്ന് ബിസിനസ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്നത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. മനുഷ്യര് പെരുമാറും, ഒരിത്തിരി മുടി കണ്ടാൽ അവിടെ വെച്ച് കൊല്ലണം എന്ന നിയമം ഏത് പടച്ചവനാണ് ഇവരോട് പറഞ്ഞത്? മൊറാലിറ്റി പോലീസ് സ്ത്രീകളോട് ഇടപെട്ടിരുന്ന രീതി മനുഷ്യത്വരഹിതമാണെന്നുള്ളതിന് തർക്കമില്ല. അതിന്റെ ഒക്കെ തലപ്പത്തിരുന്ന വ്യക്തിയാണ് ഈ പടമായ മനുഷ്യൻ. ഇയാളെ കൊല്ലണ്ടേ? അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കും, ആരെങ്കിലും ഒക്കെ ഇതൊന്ന് ചെയ്യണ്ടേ? ഇനി രണ്ടാമത്തെ വായിക്കാം. പ്രതിഷേധിക്കുന്ന സ്ത്രീകൾക്ക് വധശിക്ഷ. ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്ന സ്ത്രീകളെ തടവിലാക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. 2023 നോബൽ സമ്മാന ജേതാവായ നർഗീസ് മുഹമ്മദി ഉൾപ്പെടെയുള്ള നിരവധി മനുഷ്യാവകാശ പ്രവർത്തകരെ വർഷങ്ങളോളം തടവിലിട്ട് പീഡിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക. സ്ത്രീകൾക്ക് പ്രതിഷേധിക്കാൻ പാടില്ല. പ്രതിഷേധിക്കുന്നത് പോയിട്ട് ഭരണകൂടത്തിനെതിരെ ഒരു വാക്കും മിണ്ടാൻ പാടില്ല. പണ്ടത്തെ രാജഭരണം ഒക്കെ ഇല്ലേ, രാജാവിനെതിരെ സംസാരിച്ചാൽ കഴുത്ത് വെട്ടും. അതുമാതിരി ഒരു സ്ഥിതിയായിരുന്നു ഈ 2026 ഇന്നലെ വരെ, ഇയാൾ മരിക്കുന്നത് വരെ. ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്കറിയാം, ഇസ്ലാമിക ഭരണം നിലവിലിരിക്കുന്ന ആ ഒരു മതം തലയിൽ വെച്ചിട്ട് ഭരിക്കുന്ന എല്ലാ ഭരണാധികാരികൾക്കും സ്ത്രീകളോടുള്ള മനോഭാവം ഏകദേശം ഒരുപോലെയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ സ്ത്രീകൾ അനുഭവിക്കുന്ന എന്താണെന്നുള്ളത് നമുക്കറിയാം. താലിബാൻ ഇപ്പൊ കൊണ്ടുവന്ന നിയമങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്ത് കാടന്മാരാണ് ഇവരെന്ന് തോന്നിപ്പോവും. അതുമാതിരി സ്ത്രീകളോട് എന്തോ പകയുള്ളത് പോലാണ് ഇവർ ഇടപെടുന്നത്. എന്നിട്ട് ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട സ്ത്രീകൾ വന്ന് അഭയം പ്രാപിക്കുന്ന സ്ഥലമാണ് അമേരിക്ക. നമുക്കൊക്കെ അറിയാവുന്നത്. അവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ഭരണകൂടത്തിനെതിരെയൊക്കെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുണ്ട്. അത്ര ലിബറലാണ് അമേരിക്ക. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ജീവനും കൈപ്പിടിച്ച് ഓടി രക്ഷപ്പെട്ട അമേരിക്കയിൽ അഭയം തേടിയ ചില സ്ത്രീകൾ പിന്നെ അമേരിക്കക്കെതിരെ സംസാരിക്കുക. അപ്പൊ അവർക്ക് ഇസ്ലാമിക സ്റ്റേറ്റ് മതി. ഇവരുടെ തലച്ചോറ് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് സത്യം പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത്തരക്കാരെ ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, തലച്ചോറില്ലാത്തവരെ വെച്ചുകൊണ്ടിരുന്നാൽ ബാക്കി മാനമര്യാദക്ക് ജീവിക്കുന്ന ആളുകൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവോ അതൊക്കെ ഉണ്ടാകും. ഇതൊരു വലിയ ലൈഫ് ത്രെട്ടാണ്. തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്ന വാള്. ഇനി മൂന്നാമത്തെ വായിക്കാം. തടവറയിലെ ലൈംഗിക അതിക്രമങ്ങൾ. 2022 പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ജയിലുകളിൽ വെച്ച് ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വന്നതായി ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് ആലോചിച്ച് നോക്കി. ഈ പെണ്ണുങ്ങളെ മുഴുവനും മുടി കാണുന്നു, തൊട കാണുന്നു എന്നൊക്കെ പറഞ്ഞ് പിടിച്ചോണ്ട് പോകുന്ന എന്തിനാന്നാ? ഇതിനാ. ഇവരുടെ മെയിൻ ആവശ്യം ഇതേ ഉള്ളൂ. ഒരു സ്ത്രീ ജനിക്കുന്നത് എന്തിനാണ്? ഒരാണിനെ കല്യാണം കഴിച്ചു കൊടുക്കാനും അവൻ ഇഷ്ടപ്പെടുമ്പോഴൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും, അവൾക്ക് യാതൊരു രീതിയിലുള്ള കൺട്രോളും ഇല്ലാതെ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ എണ്ണം നോക്കാതെ പ്രസവിച്ചു കൂട്ടാനും കുറച്ച് കഴിയുമ്പോൾ മരിക്കാനും. ആ ജീവിച്ചിരിക്കുന്നതിനിടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ മുഴുവൻ ഈ ആണുങ്ങൾക്ക് സേവ ചെയ്ത് ജീവിക്കുക. ഒരു ഇഞ്ച് പുറത്ത് കണ്ടാൽ അതോടുകൂടി തീർന്നു, ലൈഫ് തീർന്നു. ഇതാണ് ഇവരുടെ ഒരു മെന്റാലിറ്റി. ഇവരുടെ കഠിനമായിട്ട് ഈ മതത്തിനെ തീവ്രമായി വർഷിപ്പ് ചെയ്യുന്ന ആളുകളുടെ ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവർക്ക് ഇതിനപ്പുറത്തേക്ക് വേറൊരു ചിന്തയില്ല. ഇവർ സ്റ്റേജിൽ പ്രസംഗിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളെ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അങ്ങ് വാഴട്ടെ, സ്ത്രീകളൊക്കെ ചത്തോട്ടെ, അവിടുത്തെ മനുഷ്യരൊക്കെ ചത്തോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കണമെന്നാണോ ഈ ഇടത് പക്ഷവാദികളും അതുപോലെ വലതുപക്ഷവാദികളും യുദ്ധത്തിന് അനുകൂലിക്കാത്ത ആളുകളും ഒക്കെ പറയുന്നത്? വിവേചനപരമായ നിയമങ്ങൾ. വിവാഹം, വിവാഹമോചനം, കുട്ടികളുടെ സംരക്ഷണം, വിദേശയാത്ര എന്നിവയിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അനുവാദം നിർബന്ധമാക്കി. സ്ത്രീകൾക്ക് പല തൊഴിലുകളിലും പ്രവേശനം നിഷേധിക്കുകയും സ്റ്റേഡിയങ്ങളിൽ കായിക മത്സരങ്ങൾ കാണുന്നത് ദീർഘകാലം വിലക്കുകയും ചെയ്തിരുന്നു. താലിബാന്റെ നിയമങ്ങളെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വിഷം എന്നതിൽ മാത്രമേ തർക്കം ഉണ്ടാവുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവരൊക്കെയും ഇനിയുള്ള കാലഘട്ടത്തിലും ജീവിക്കട്ടെ എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതേ ഇടതുപക്ഷവാദികളും ഇവർക്ക് ഈ പറയുന്ന മനുഷ്യന് അനുകൂലമായി സംസാരിക്കുന്ന വ്യക്തികളുമാണ് ഇവിടെ കേരളത്തിൽ സ്ത്രീകൾ ഹിജാബ് ധരിച്ചോട്ടെ, നിഖാബ് ധരിച്ചോട്ടെ, പർദ്ദയിട്ട് മുഴുവനായിട്ട് മൂടി ഇറന്നോട്ടെ, അത് അവരുടെ മതസ്വാതന്ത്ര്യമാണ് എന്ന് വാദിക്കുന്നത്. ഒരു 10 വർഷം മുമ്പ് വരെ നിങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിൽ എത്രത്തോളം പർദ്ദാധാരികളെ കണ്ടിട്ടുണ്ട്? ഇപ്പോ എത്ര പേരുണ്ട്? സ്ത്രീകളെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടുത്തുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒതുക്കിയിരുത്തുകയാണ്, ഒരു കൺട്രോളിലാക്കുകയാണ് എന്നുള്ളത് മനസ്സിലാകാതെ ആണോ ഇവർ സംസാരിക്കുന്നത്? ഇവർ തന്നെയല്ലേ കിസ് ഓഫ് ലവിന്റെ പ്രോഗ്രാം നടത്തിയത്? ഇവർ തന്നെയല്ലേ യോനി കവാടം ഉണ്ടാക്കിയിട്ട് ലിബറലൈസേഷനെ പറ്റി വലുതായിട്ട് സംസാരിച്ചു? നിങ്ങൾ തന്നെ സ്ത്രീകളെ ചാക്കിനകത്ത് അടയ്ക്കാൻ വേണ്ടി കരുതുക്കൂട്ടി കുറെ ആൾക്കാർ ശ്രമിക്കുമ്പോൾ അത് ഇങ്ങനെ പച്ചക്കൊടി കാണിക്കുന്നത്. അപ്പൊ ഇവരുടെ ഇരട്ടത്താപ്പം കൂടി മനസ്സിലാക്കണം. കുട്ടിക്കാലത്തെ വിവാഹം. പെൺകുട്ടികളുടെ വിവാഹപ്രായം കുറയ്ക്കാനും ബാലവിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള നിയമപരമായ പഴുതുകൾ അദ്ദേഹത്തിന്റെ ഭരണകൂടം നിലനിർത്തി. ബാലവിവാഹം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് പ്രായം എന്ന് അറിയാമോ? 9 വയസ്സ്. 9 വയസ്സെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് എന്ത് പ്രായം ഉണ്ടാവും, എന്തിനെ പറ്റിയുള്ള ലോകവിവരം ഉണ്ടാവും എന്നുള്ളത് നിങ്ങളും ചിന്തിച്ചു നോക്കുക. സ്വന്തം ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാത്ത കുഞ്ഞിനെ വിവാഹം കഴിക്കുന്ന രീതിയിലേക്ക് നിയമം പരിഷ്കരിച്ച കാടനായ ഈ വ്യക്തിനെ കൊല്ലാൻ പാടില്ലായിരുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനൊന്നും അല്ല കൊല്ലേണ്ടത് സത്യത്തിൽ. ഇതിപ്പം എവിടെയോ ബങ്കറിൽ, കൊട്ടാരം തകർത്തോടുകൂടി ഏതോ ബങ്കറിൽ പോയി ഒളിച്ചു. ബങ്കറിലൊന്നും ഒളിച്ചില്ല, ധീരനായ പോരാളിയാന്നൊക്കെ എഴുതി വിട്ടിട്ടുണ്ട്. ചുമ്മാതാ. അവിടെ ബോംബിട്ടാണ് കൊന്നത്, അവിടെ മിസൈലിട്ടാവുന്നത്. അങ്ങനെ പെട്ടെന്ന് അങ്ങ് തീർന്നു പോയി. അതാണ് എനിക്ക് സത്യത്തിൽ സങ്കടം. അങ്ങനെ എല്ലാവരും കൊല്ലേണ്ടത്.
പണ്ടൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു അപ്പൂപ്പൻ വന്നിട്ട് ഇങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി ചോദിക്കുന്നത്, വലിയ പ്രായമുള്ളതൊന്നും വേണ്ട, 18, 19 അത് മതിയെന്ന് പറയുമ്പോൾ ഹരിശേഷോകനാണ് നല്ല ആള്. ഹരിശേഷോകൻ പറയും, അയ്യടാ 18 കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ 2 9 ആയാലും മതിയോ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്തരത്തിൽ മെന്റാലിറ്റി ഉള്ള ആളുകൾ ജീവിക്കണോ? പീഡോഫീലിയക്കാണ് ഇവർ, മാനോരോഗികളാണ്. ഒരു കൊച്ചിനോട് ലൈംഗികപരമായിട്ടുള്ള ഒരു തോന്നുന്ന വ്യക്തികളൊന്നും നോർമൽ അല്ല. അങ്ങനെയുള്ള വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത്തരത്തിൽ പഠിപ്പിക്കുന്ന ഒരു മതമോ അത്തരത്തിൽ ചെയ്ത് കാണിച്ച ഒരു ദൈവമോ നല്ല മാതൃകയല്ല വെക്കുന്നത്. അവരെ പിന്തുടർന്ന് പോന്നാൽ ആ നൂറ്റാണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അങ്ങനെ നിന്ന ഒരു ഭരണകൂടത്തെ, അങ്ങനെ നിന്നൊരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്തു എന്നുള്ളതാണ് അമേരിക്കയും നെതന്യാഹുവും ചെയ്ത ഏറ്റവും നല്ല കാര്യം. ഇറാൻ കണ്ട സൗദിയിലേക്കും അതുപോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒക്കെ അമേരിക്കയുടെ ബേസ് എവിടെ ഉണ്ടോ അവിടേക്കൊക്കെ മിസൈൽ ഇട്ടിട്ട് അവിടെ എല്ലാം പ്രശ്നങ്ങളുണ്ട്. അവരെല്ലാം ഇപ്പൊ എന്താണ് പറയുന്നത്? അവരെല്ലാം അമേരിക്കയ്ക്കും നെതന്യാഹുവിനും ഐക്യദാർഢ്യമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം അവർക്കറിയാം, ഇറാൻ എന്ന രാജ്യം നിലനിന്നാൽ ആണവായുധ പദ്ധതിയുമായി ഇവർ മുന്നോട്ട് പോയാൽ ഇറാനും നശിക്കും, ഇറാനിലെ സ്ത്രീകളും ആൾക്കാരും എല്ലാം നശിക്കും. അതൊന്നും പോരാതെ ലോകത്ത് ഏത് രാജ്യത്തെ വേണമെങ്കിലും ബോധമില്ലാത്തവർക്ക് നശിപ്പിക്കാം. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഇതുപോലെ ഒരു ത്രെട്ട് തന്നെയാണ്. ഒരുപാട് ഈ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാനും ഒക്കെ ഇന്ത്യ കുറെ അധികം കൺട്രോളിലൊക്കെ വെച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ കാര്യം കൈയൊഴിഞ്ഞു. ആ രാജ്യം തീരാൻ ഇനി അധികം സമയമൊന്നും വേണ്ട. അവര് തന്നെ പല രാജ്യങ്ങളിൽ ചെന്ന് പിച്ചെടുപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അവർക്ക് ഇനി പിച്ചെടുക്കാൻ വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിലൊക്കെ. അപ്പൊ ഇത്തരത്തിൽ ഭരിക്കുന്ന ആളുകളെ ആരെങ്കിലുമൊക്കെ ലോക ചരിത്രത്തിൽ കൈകാര്യം ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നത്. ഹിറ്റ്ലർ ഇന്നും ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേര് ഇവിടെ ബാക്കി ഉണ്ടാവും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. യുദ്ധം വേണ്ട, യുദ്ധം എന്ന് പറയുന്നത് ഭയങ്കര രക്തക്കൊതിയുള്ള കാര്യമാണ് എന്നൊക്കെ പ്രസംഗിക്കുന്ന വ്യക്തികളെല്ലാം സേഫ് സോണിൽ ഇരുന്നിട്ടായി പറയുന്നത്. ഇവിടെ അതിർത്തിയിൽ ജവാന്മാരെ കാവൽ നിൽക്കുന്നത് കൊണ്ടും നമ്മള് വളരെ കാര്യമായിട്ട് ഇങ്ങോട്ട് അടി വരുമ്പോൾ തിരിച്ച് പ്രതിരോധിച്ചൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അത് കയ്യേറാൻ പല ആളുകളും ഇപ്പൊ വന്നേക്കാം. അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് ഒരുപാട് പേര് ഇവിടെ നിന്ന് ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. അപ്പൊ സേഫ് സോണിൽ ഇരുന്ന് ഡയലോഗ് അടിക്കാൻ ഭയങ്കര ഈസിയാ. നോക്കൂ, 2026 ചേരാത്ത, ക്ലാസ് ഇല്ലാത്ത ആൾക്കാരെ വിമർശിക്കും. ഇതുപോലെ എടുത്തടിച്ച് തീർക്കാൻ പറ്റിയാൽ തീർക്കുകയും ചെയ്യും. അത് ഏത് കാലത്തും ഒരു ഒരു ലോകത്തിന്റെ നീതിയാണ്. എന്നാലാണ് പ്രകൃതിപരമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് ഇവിടെ കുറെ കാര്യങ്ങൾ നിലനിന്നു പോകുള്ളൂ. അല്ലാതെ ദുഷ്ടനങ്ങ് പന പോലെ വളർന്നാൽ ബാക്കി പലരും ഇവിടെ ഇല്ലാതാവും. അപ്പൊ അങ്ങനെ വളരാതിരിക്കല്ലേ വേണ്ടത്. ഇവിടെ ഇപ്പൊ ഇറാനിൽ ഭയങ്കരമായിട്ട് ജനത പ്രതിഷേധിക്കുകയാണ്, സങ്കടപ്പെടുകയാണെന്നൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു വീഡിയോ കാണിക്കാം. ഇയാൾ ചത്തുപോയതിന്റെ പേരിൽ അവർ സന്തോഷിക്കുന്ന വീഡിയോ ആണ്. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഇത്തരത്തിലൊക്കെ ക്രൂരത ചെയ്ത വ്യക്തി, തടവറയിലെ ആൾക്കാരെ കൊണ്ടുപോയി പിടിച്ച്, ഒരാവശ്യമില്ലാണ്ട് ആൾക്കാരെ പിടിച്ച് നീ ഇന്ന കുറ്റം ചെയ്തു, നബീനെ നിന്ദിച്ചു എന്നൊക്കെ പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് അവരെ നിർബന്ധിച്ച് കൺഫേസ് ചെയ്യിപ്പിച്ചിട്ട് അവരെ ഷോക്ക് അടിപ്പിക്കുക. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പീഡിപ്പിക്കുക. ഒടുവിൽ വധശിക്ഷയ്ക്ക് വിധിക്കുക, വധശിക്ഷ ചെയ്ത് കളയുക. എത്ര ആൾക്കാരെയാണ് കൊന്നു കളഞ്ഞിരിക്കുന്നത്? ഇതിനൊക്കെ മറുപടി പറയേണ്ടെന്നാണോ പറയുന്നത്? ഇതിനൊക്കെ നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് അനുമതി തന്നിട്ടുണ്ടോ? എവിടെ നിന്നാണ് അനുമതി തന്നിരിക്കുന്നത്? മറ്റൊരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത്? അപ്പൊ നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവൻ ഇപ്പൊ അങ്ങ് പോയല്ലോ. ഇത്രയേ ഉള്ളൂ. ടിറ്റ് ഫോർ ടാറ്റ്. തുടർന്ന് കാണുക പോളി ന്യൂസ്.